ട്രംപിൻ്റെ തൊപ്പി തെറിക്കും, അല്ല സ്ഥാനം തെറിക്കും. ട്രംപ് ഉടനെ പുറത്താവുമെന്നൊക്കെയാണ് പറയുന്നത്. കാരണം അത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ. 13-14 വയസ്സുള്ള കുട്ടികൾ, നമ്മുടെ നാട്ടിലാണെങ്കിൽ പോക്സോ കേസായാണ്. അവിടെ ഇത് ശക്തമായ നിയമങ്ങളുള്ള രാജ്യം തന്നെയാണ് അമേരിക്ക. എന്തായാലും ഇത്രയും ഗുരുതര ആരോപണങ്ങളുടെ വിവരങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കവേ ട്രംപിനെ പുറത്തേക്ക് തന്നെ ആയിരിക്കുമല്ലേ പോകേണ്ടി വരിക. വഴി തുറക്കുന്നുണ്ട്. അതെ, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരികയാണ്. നമുക്കറിയാം ഈ ജെഫ്രി എപ്സ്റ്റീൻ ഈ കഴിഞ്ഞിടക്ക് ഭയങ്കര വാർത്തയായിരുന്നു. മൂപ്പറുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ എല്ലാവരും എഴുതുകയൊക്കെ ചെയ്തതാണ്. വളരെ ശുദ്ധനായ ഒരു മനുഷ്യനാണ്. ആകെ കുറച്ച് ലൈംഗികാസക്തി കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതായത് ചില്ലറ ഇതൊന്നുമല്ല. 10, 13, 14 വയസ്സുള്ള പെൺകുട്ടികളെ മാത്രം ഉപയോഗിക്കാൻ താല്പര്യമുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉടമയാണ്. കരീബിയയിൽ ഒരു ദ്വീപ് വാങ്ങുന്നു, അവിടെ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു, അവരെ യൂസ് ആൻഡ് ത്രോ, അവരുടെ ഒരു രീതി അനുസരിച്ചിട്ടുള്ള ജീവിതത്തിലേക്ക് തന്നെ അവരെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് നമ്മൾ ഈ പറയുന്ന ട്രംപ് ചായന് വലിയ ബന്ധമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് 2003 എപ്സ്റ്റീൻ്റെ 50ാം പിറന്നാളിന് സമ്മാനിച്ച കത്തുകളുടെ ഒരു ശേഖരമുണ്ട്. അപ്പോൾ അതിൽ ട്രംപിൻ്റെ പേരും കുറിപ്പും ഒക്കെ ആലേഖനം ചെയ്ത ഒരു നഗ്നയായ സ്ത്രീയുടെ രേഖാചിത്രം കൂടിയുണ്ടെന്ന് വാൾ സ്ട്രീറ്റ് ജേർണലാണ്, നമ്മൾ പറയുന്നതല്ല, വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ എപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധം ആദ്യമൊക്കെ ട്രംപ് തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ അത് കസേരയ്ക്ക് ബലം നൽകാത്ത ഒരു ബന്ധമായതുകൊണ്ട് പിന്നീട് അതിനെ തള്ളിപ്പറയാൻ തുടങ്ങുകയാണ്. ജെഫ്രി എപ്സ്റ്റീനുമായിട്ടുള്ള കേസുകൾ വരികയും ആ കാര്യത്തിൽ താനും കൂടി കുടുങ്ങുമെന്ന് ബോധ്യമായപ്പോൾ സ്വാഭാവികമായ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുന്നത് പോലെ നൈസായിട്ടങ്ങ് തള്ളി എന്നുള്ളത് തന്നെയാണ് അതിൽ പറയുന്നത്. ഈ ബന്ധത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ, അതായത് ട്രംപ് പ്രസിഡന്റ് ആകുന്നതിനൊക്കെ മുമ്പ്, എപ്സ്റ്റീൻ കുറ്റവാളിയാണെന്ന് വിധിക്കുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് ഈ രണ്ടുപേരും വിക്ടോറിയ സീക്രട്ട് മോഡലുകളുമായിട്ടൊക്കെ ഒരു ഒത്തുചേരലും, ഇത് ഒരു ഒത്തുചേരലല്ല, പലതവണ ഒത്തുചേർന്നിട്ടുണ്ട്. ഫ്ലോറിഡയിലെ പാം ബീച്ചിൽ പാർട്ടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എപ്സ്റ്റീൻ്റെ സ്വകാര്യ ജെറ്റിൽ ന്യൂയോർക്കിനും ഫ്ലോറിഡയ്ക്കും ഇടയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ സുന്ദരികളായ യുവതികളുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുന്നു. ഈ യാത്രകൾ നടത്തുന്നത് വെറുതെ അല്ല എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാം. അതെ, ആകാശത്തിലെ ആനന്ദം എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ 2002 ന്യൂയോർക്ക് മാഗസിനോട് ട്രംപ് പറഞ്ഞത് ഇവർക്ക്, അതായത് ഈ എപ്സ്റ്റീൻ്റെ കാമുകയാണ്, ഭാര്യ എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും കാമുകയാണ്. ആ കാമുകിയുടെ പേര് വായിൽ ഒതുങ്ങാത്തൊരു പേരാണ്, ഗിസ്ലൈൻ മാക്സ്വെൽ എന്നാണ്. അപ്പോൾ അവരും കൂടി ഇവർക്ക് സുന്ദരികളായ സ്ത്രീകളോടും കൂടി ഒരു അടുപ്പമുണ്ടായിരുന്നു. ഒരു കാമുകിയായിട്ട് തന്നെ തൻ്റെ കാമുകനും മറ്റു പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള വളരെ ശുദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ മാക്സ്വെൽ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇവർ തമ്മിൽ പല തവണയായിട്ട് അടിയിലാകുന്നുണ്ട്. അപ്പോൾ 2019 ഫെഡറൽ ലൈംഗിക കടത്ത് കുറ്റത്തിന് എപ്സ്റ്റീൻ അറസ്റ്റിലാകുന്നുണ്ട്. ആ സമയത്ത് ട്രംപ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനൊന്നുമല്ല, എനിക്കറിയാൻ പാടില്ല, എനിക്ക് നിങ്ങളോട് അതൊക്കെ പറയാൻ കഴിയും, ഞാൻ 15 വർഷമായിട്ട് എപ്സ്റ്റീനുമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, അകന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനിടയിൽ ട്രംപ് മറ്റൊരു കാര്യം കൂടി പറയുന്നു. തൻ്റെ സ്പായിലെ 2 ജീവനക്കാരെ എപ്സ്റ്റീൻ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഈ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ എന്താ പറയുക, ഈ സ്പായിലെ ജീവനക്കാരെ മോഷ്ടിച്ചതോടുകൂടി എപ്സ്റ്റീനുമായി തെറ്റുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ജൂലൈ 28 സ്കോട്ട്ലാൻഡിലെ ടോൺബറയിലുള്ള തൻ്റെ ഗോൾഫ് പ്രോപ്പർട്ടിയിൽ വെച്ചിട്ട് ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ പാം ബീച്ചിലെ തൻ്റെ സ്പായിലുള്ള ജീവനക്കാരെ എപ്സ്റ്റീൻ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് എന്നുള്ളൊരു വാദം കൂടി പറയുന്നത്. ഈ വാദമൊക്കെ പറയുമ്പോഴും ഈ പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരു ജീവനക്കാരിയാണെന്ന് തോന്നുന്നു. അവർ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അവരുടെ കുടുംബാംഗങ്ങൾ വന്ന് വലിയ ആരോപണങ്ങളൊക്കെ ഉയർത്തി. അതായത് ഈ എപ്സ്റ്റീൻ ഫയൽ പുറത്തു വിടുമെന്നൊക്കെ വലിയ വീരവാദം മുഴക്കിയിരുന്നു ഈ പറയുന്ന ട്രംപ് മുഴക്കിയെങ്കിലും ട്രംപിനെ പിന്നീട് അങ്ങോട്ട് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇത് പുറത്തു വിടാൻ കഴിയാത്തൊരവസ്ഥയെ കുറച്ച് ഭാഗം ഇതിൻ്റെ പുറത്തു വിട്ടു. നമ്മുടെ ഇവിടുത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയാണ്. കുറേ നാൾ പൂഴ്ത്തി വെച്ചു, പിന്നെ വിട്ടപ്പോൾ ഇവിടത്തേക്ക് വെട്ടിക്കളഞ്ഞ് ഏതാണ്ട് എന്താ പറയുക വെളുപ്പിച്ച് എച്ചിൽ പോലെ അത് പുറത്തു വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനെതിരെ വലിയ രീതിയിൽ ട്രംപിനെതിരെ
വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ട്രംപ് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ട്രംപ് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഈ പറയുന്ന പോലെ എപ്സ്റ്റീൻ എനിക്കറിയില്ല, ഞാൻ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണ് എന്നൊക്കെയാണ് പറയുന്നത്, വിശുദ്ധനാണ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ രൂപക്കൂടൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ടൈംസ് സ്ക്വയറിൽ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ട്രംപിനെതിരെ ഈ എപ്സ്റ്റീൻ ഫയൽ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇനി ട്രംപിൻ്റെ ഭാര്യ മെലാനിയ പറയുന്നതനുസരിച്ച് മറ്റേതോ ഒരു കഫേയിൽ വെച്ചിട്ടാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത്. അന്ന് രാത്രി ഇരുവരും തമ്മിൽ വളരെയേറെ സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഈ സംസാരിച്ചു കൊണ്ടിരുന്നു രാത്രിയാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് അങ്ങനെ സംസാരിച്ചുകൊണ്ട് പിന്നീട് മെലാനിയയുമായിട്ടുള്ള ബന്ധമൊക്കെ വരുന്നുണ്ട്. ഈ മെലാനിയയ്ക്ക് ഐൻസ്റ്റീൻ വീസ വരെ കൊടുത്തു ട്രംപ്. എന്തിനാണ് അത് കൊടുപ്പിച്ചത്? സാധാരണയായിട്ട് ഐൻസ്റ്റീൻ വീസ പ്രിയനൊക്കെ അറിയാലോ, സംഭാവനകൾ അതിന് അത്രത്തോളം നൽകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു മോഡൽ എന്നുള്ള രീതിയിൽ, അത് ഒരു മോഡൽ പോലും ആകുന്നതിന് മുമ്പാണ് ഈ എമിനന്റ് സ്കോളേഴ്സിന് നൽകുന്ന ഒരു വിസയാണത്. അത്രയും മികച്ച സ്കോളേഴ്സ് ആയിരിക്കണം അതെ കൊടുക്കുന്ന വിസ. ആ വീസ മെലാനിയൊക്കെ എന്തിനാണ് ആ സമയത്ത് കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. മെലാനിയുമായിട്ടുള്ള ബന്ധം അത്രത്തോളം അവിടെ മുതൽ വളരെ എന്താ പറയുക ശക്തമായതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മെലാനിയെ ഇദ്ദേഹം പരിചയപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? എപ്സ്റ്റീനുമായുള്ള എപ്സ്റ്റീൻ്റെ വലയത്തിൽ നിന്നാണ് മെലാനിയെ പരിചയപ്പെടുന്നത്. പക്ഷേ മെലാനിയ അതൊരിക്കലും സമ്മതിച്ചിട്ടില്ല. മെലാനിയ പറയുന്നത് ഇത്തരത്തിൽ മറ്റൊരു കഫ്റ്റീരിയ മറ്റോ ആണ് അവരുടെ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഇവർ പരിചയപ്പെടുന്നത് എന്ന് പറയുന്നത്. മെലാനിയ ഈ മാക്സ്വെല്ലിൻ്റെ സർക്കിളിലുള്ളവരാണ്, അതായത് എപ്സ്റ്റീൻ്റെ സർക്കിളിലുള്ളതാണ്. മാക്സ്വെല്ലിനെയും എപ്സ്റ്റീനുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് പൗലോ സാമ്പുള്ളി എന്ന് പറയുന്ന ഒരു മോഡൽ ഏജൻറ്റ്. ഈ മോഡൽ ഏജൻറ്റ് എപ്സ്റ്റീന് എത്തിച്ചു കൊടുത്തതാണ് ഇരുവരെയും. അപ്പോൾ ഈ എത്തിച്ചു കൊടുത്ത ആൾ ഇപ്പോൾ 98-ലാണ് എത്തിച്ചു കൊടുക്കുന്നത്. ആളൊരു മോഡൽ സപ്ലൈയിങ് കമ്പനി നടത്തുന്ന ആളാണ്. ഈ ആൾ ഇപ്പോൾ വലിയൊരു എത്രയോ മില്യൻ്റെ വലിയൊരു ബംഗ്ലാവൊക്കെ വെച്ച് സസുഖം താമസിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേക പ്രതിനിധിയാണല്ലോ. അപ്പോൾ ആ ഒരു നന്ദി അന്നത്തെ തുടങ്ങിയുള്ള ഒരു നന്ദി ഇപ്പോഴും ഉണ്ട്. അതനുസരിച്ചിട്ടുള്ള ഒരു പ്രമോഷനൊക്കെ അങ്ങേർക്കും കൊടുക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഈ മെലാനിയ സ്ലൊവേനിയക്കാരിയാണ്. ഈ സ്ലൊവേനിയക്കാരിയായ മെലാനിയ ഇങ്ങനെ എത്തിപ്പെടുന്നു, എപ്സ്റ്റീൻ്റെ അടുത്ത് എത്തിപ്പെടുന്നു. അവിടെ നിന്ന് എപ്സ്റ്റീൻ്റെ അടുത്ത് എത്തിപ്പെട്ട മെലാനിയ എങ്ങനെയായിരിക്കാം ട്രംപ് പരിചയപ്പെടുന്നത്? ഇവർ തമ്മിൽ ബന്ധമില്ലെങ്കിൽ എവിടെ കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. എപ്സ്റ്റീൻ്റെ വലയത്തിലുള്ളതാണ് ഈ പറയുന്ന മാക്സ്വെല്ലും. ഇതൊക്കെ ഈ എപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ളത് തന്നെയാണ്, അവിടെ നിന്ന് വരുന്നതല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് പറയുന്നത് നുണയാണെന്ന് അവിടെ പൊളിയുന്നുണ്ട്. ഇതിനുള്ള തെളിവുകളൊക്കെ ഈ പറയുന്ന അമേരിക്കക്കാരുടെ മുമ്പിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എപ്സ്റ്റീൻ ഫയലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ ഫയൽ പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ട് പുറത്തുവിട്ടില്ല. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് മാക്സ്വെല്ലിനെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കുമ്പോൾ പല കാര്യങ്ങളും മാക്സ്വെൽ പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ കോടതിയിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട ട്രയൽ അമേരിക്കൻ കോൺഗ്രസ് കൂടി നടത്താൻ പോകുന്നു എന്ന് പറയുന്നു. അമേരിക്കൻ കോൺഗ്രസ്സിൽ ഈ ഒരു ട്രയൽ നടക്കുമ്പോൾ മാക്സ്വെല്ലിനെ ഹാജരാക്കുമ്പോൾ മാക്സ്വെല് 20 വർഷമായിട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. മാക്സ്വെല് വെറുതെ ഇരിക്കുമോ? മാക്സ്വെല് സ്വാഭാവികമായിട്ടും മാക്സ്വെല്ലിന് അറിയാവുന്ന എല്ലാ കഥകളും പറയും. മാക്സ്വെൽ എപ്സ്റ്റീൻ്റെ അടുത്ത് എത്തുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ്. അത്രയും നാളുമായിട്ടുള്ള ബന്ധമാണ്. അപ്പം എത്ര തവണ ട്രംപ് അവിടെ വന്നിട്ടുണ്ട്, എത്ര പേരുടെ കൂടെ നിന്നിട്ടുണ്ട്, കിടന്നിട്ടുണ്ട്, ഇതെല്ലാം ഈ പറയുന്ന മാക്സ്വെല്ലിന് അറിയാം. ഇതെല്ലാം തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ട്രംപ് സ്വാഭാവികമായും ഈ സെപ്റ്റംബറിലാണ് ഈ പറയുന്ന ഇത് നടക്കുന്നത്, ആ ട്രയൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ട്രംപിന് സ്വാഭാവികമായും പുറത്ത് പോകേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട്. ഈ കശിഫ് പട്ടേൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ FBI ഡയറക്ടറാണ്. അദ്ദേഹം പുറത്തു പോകുന്നു, അതായത് രാജിവെക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹമൊക്കെ ആദ്യം ഈ ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞ എപ്സ്റ്റീൻ ഫയൽ പുറത്തുവിടണമെന്നാണ്. ഇപ്പോൾ FBI ഡയറക്ടറായപ്പോൾ അദ്ദേഹത്തിന് അതേക്കുറിച്ച് മിണ്ടാൻ പറ്റുന്നില്ല. ഈ അദ്ദേഹത്തിൻ്റെയൊക്കെ കയ്യിൽ ഈ ഫയൽ എത്തുമ്പോൾ ഇതിൽ ട്രംപ് ഉണ്ടെന്നുള്ളത് അവർക്കറിയാൻ കഴിയുന്നതല്ലേ. നേരത്തെ അവർക്കറിയാൻ കഴിയില്ല, ഈ ഫയൽ അവർ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ US അറ്റോർണി ജനറൽ ആണെങ്കിലും ഇത്തരത്തിൽ തന്നെയാണ്. അന്ന് പറഞ്ഞിരുന്നു ഈ ഫയൽ പുറത്തു വിടണമെന്ന്. ഇപ്പോൾ നേരെ ചെന്ന് പറഞ്ഞു കൊടുത്തു ട്രംപിൻ്റെ അടുത്ത്, ഇത് പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ പണിയാണ്, ഇത് പലതരത്തിൽ പല പേജുകളിലായിട്ട് നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുകളൊക്കെ വന്നു കിടപ്പുണ്ട്, ഗുരുതരമായ തെളിവുകളും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ
സ്വാഭാവികമായിട്ടും ട്രംപിന് ഇത് പുറത്തുവിടാൻ കഴിയില്ല. എന്നാൽ ട്രംപ് പറയും ഇത് പുറത്തു വരട്ടെ എന്ന് പറയും. അതൊരു ഇരട്ടത്താപ്പാണ്. പുറത്തു വരട്ടെ എന്ന് പറയുകയും ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് പുറത്തു വരാതിരിക്കാനുള്ള പരിപാടിയും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ്. പക്ഷെ ഒരുപാട് കാലം ട്രംപിന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജനം ഇളകി കഴിഞ്ഞു. ഒന്നാമത് ട്രംപ് വരുത്തി വെച്ചിട്ടുള്ള ഈ യുദ്ധമുഖങ്ങൾ പലതാണ്. അമേരിക്കൻ ജനത ഇതുമായി എത്രയോ വർഷങ്ങളായിട്ട് അവർ ഒരു യുദ്ധവും ഒരു ബുദ്ധിമുട്ടും അറിയാതെ ജീവിക്കുന്നതാണ്. ഒരു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉണ്ടായതിൻ്റെ ആഘാതം മാറാനായിട്ട് അവർക്ക് ഏതാണ്ട് 10 വർഷത്തോളം എടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീണ്ടും അതേ രീതിയിലേക്കുള്ളൊരു കാര്യത്തിലേക്ക് അവർ കൊണ്ടുപോകുന്നു. ആ ഒരു തലവേദന ഇവിടെ നിൽക്കുമ്പോഴാണ് ഇവരുടെ പ്രസിഡന്റായിട്ട് ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ മനുഷ്യനെ കൊണ്ടുള്ള അടുത്ത തലവേദനയായിട്ട് ഈ എപ്സ്റ്റീൻ ഫയൽ വരുന്നുണ്ട്. എപ്സ്റ്റീൻ ഫയലിലെ ക്ലയന്റ് ലിസ്റ്റിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും അത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബറിൽ ട്രയൽ നടക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം കൂടി വന്നിട്ടുണ്ടെങ്കിൽ അധികകാലം ട്രംപ് ആ കസേരയിൽ ഇരിക്കാനുള്ള സാധ്യതയില്ല.